ഹായ് കൂട്ടുകാരെ, എൻ്റെ ഡെയിലി വ്ളോഗിലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ വീഡിയോസ് ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ചോക്ലേറ്റ് മേക്കിങ്ങിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്ന് പല വീഡിയോസിൻ്റെ അടിയിലും കമൻ്റായിട്ട് വരാറുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞൊരു വർഷമായിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കലും ഒക്കെ കുറവായിരുന്നു. ആരോഗ്യപരമായിട്ടും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെഷീൻ പാക്കിങ്ങിൻ്റെ മെഷീൻ കിട്ടാത്തതുകൊണ്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പാക്കിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ഇട്ടപ്പോഴും പലരും ഫോൺ ചെയ്തും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് എന്നൊക്കെയുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വലിയ ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. പലരും മെസ്സേജൊക്കെ ഇട്ട് ചോദിച്ച സമയത്ത് ഒരു 5-6 മാസം മുമ്പാണ്, 5-8 മാസം മുമ്പാണ് അത് ചോദിച്ച സമയത്തും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു ചോക്ലേറ്റ് മേക്കിംഗ് വീഡിയോസ്. അത് ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ. ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഒരുപാട് വീഡിയോസ് ഉണ്ട് ചോക്ലേറ്റ് മേക്കിംഗ് വീഡിയോസ്. എങ്ങനെ ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നത് പാക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ 1, 2, 3 പല പാർട്ടുകളായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ കൂടുതലും ഈ ഒരു ഇതിലേക്ക് നോക്കാതിരുന്നത്. കുറേ വീഡിയോസ് ഉണ്ടല്ലോ, അതുപോലൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ഉണ്ടാക്കാനും പാക്ക് ചെയ്യാനും മെഷീനിൽ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ ഒരു ചോദ്യം വീണ്ടും വന്നു തുടങ്ങി. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ യൂട്യൂബിൽ കണ്ട ഒട്ടുമിക്ക വീഡിയോസും കുറച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അതായത് 1 കിലോ ചോക്ലേറ്റ് അല്ലെങ്കിൽ 2 കിലോ ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട്, എനിക്ക് 3 കിലോ ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാമിന് എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ബാസ്ക്കറ്റിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഇത് വേണം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കതിൻ്റെ കാശ് കിട്ടും. അങ്ങനെ ഒരു വീട്ടിലിരുന്ന് നമുക്ക് ഒരു ചെറിയൊരു വരുമാനം എന്ന രീതിയിലാണ് പല വീഡിയോസിലും ഞാൻ കണ്ടത്. അത് റെസിപ്പി അടക്കം കൊടുത്തിട്ടുണ്ട്, ഇന്ന രീതിയിൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഫ്രൂട്ട് ആൻഡ് നട്ടായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട് കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് ഒരു പേര് കൊടുത്ത് നമ്മുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയും അതിനനുസരിച്ച് പാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ ആദ്യം ഇതുപോലെ ചെറിയ ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ടൈ ചെയ്ത് ഇങ്ങനെ പല കളറിൽ പാക്ക് ചെയ്ത് വരുമല്ലോ, അതുപോലെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഞങ്ങൾ അവിടെ നിന്നും മറ്റൊരു പാക്കിങ്ങിലേക്ക് മാറ്റി, ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ അതും മാറ്റി ഇപ്പം നമ്മൾ മെഷീൻ പാക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഡയറി മിൽക്കൊക്കെ പോലെ മെഷീനിൽ പാക്ക് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുവരെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മളിത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സ്വന്തമായിട്ട് റെസിപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് മെഷീനിലേക്ക് എത്തിയത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒറ്റ വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞാൽ കുറേ ലെങ്ത് ആവും. എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഫുൾ ലെങ്ത്തിൽ കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര റീച്ചുള്ള ഒരു ചാനലോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് പല പാർട്ടുകളായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഞാനും പറയും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാനും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോകളിൽ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇന്ന് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കണത് കേട്ടോ. ബേസിക്കായിട്ട് അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ ഒരു മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഇത് തുടങ്ങുക എന്നൊരു തുടക്കം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോമ്പൗണ്ടുകളാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ പല ചോക്ലേറ്റിൻ്റെയും പല കമ്പനികളുടെയും കോമ്പൗണ്ടുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക്കായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കോമ്പൗണ്ടുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് കോമ്പൗണ്ടുകളാണ് ആവശ്യമുള്ളത്. അത് പല കമ്പനികളുടെ കോമ്പൗണ്ടുകൾ വരുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ 3 ഇതിലുള്ള ചോക്ലേറ്റുകൾ വരുന്നുണ്ട്. പിന്നെ പല ഫ്ലേവറുകളിൽ മാംഗോ ഫ്ലേവർ, പിസ്ത, സ്ട്രോബെറി, അങ്ങനെ പൈനാപ്പിൾ, അങ്ങനെ പല ഫ്ലേവറുകളിലുള്ള
കോമ്പൗണ്ടുകളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടും കേട്ടോ. പല കമ്പനികളുടെ സാധനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതായത് പല കമ്പനികളുടെ കോമ്പൗണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഇപ്പം മെല്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. മെല്ലോ, കാംകോ, മോർഡെ, പിന്നെ ബോൾമേ, അങ്ങനെ പല കമ്പനികളുടെയും കോമ്പൗണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെയുള്ള പ്രത്യേകത പല റേറ്റാണ്, പലതിനും പല റേറ്റാണ്. വില കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്. ചിലത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്, കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്. ടേസ്റ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. എല്ലാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്, മിൽക്ക് ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിലും ടേസ്റ്റിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ ഓരോ അരക്കിലോൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഏതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. വില നോക്കണം, അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് വേണം. അതൊക്കെ അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കോമ്പൗണ്ടുകൾ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ഈ കോമ്പൗണ്ടുകൾ മെൽറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. കുറച്ച് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ ചോക്ലേറ്റ് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ അടിയിലിരിക്കുന്ന പാത്രത്തിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓവൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓവൻ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് സൗകര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മെൽറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ആവി വെള്ളം ഒന്നും നമ്മുടെ ചോക്ലേറ്റിലേക്ക് വീഴാനായിട്ട് പാടില്ല. അപ്പം അതിനനുസരിച്ച് നമ്മളത് നോക്കിയിട്ട് വേണം, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഓവനിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ടൈം നമ്മൾ ടോട്ടൽ ഒരു 3 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്ത് എടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് വെക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. ക്വാണ്ടിറ്റി കൂടുതലിനനുസരിച്ച് ടൈം കൂടുതലെടുക്കും. ഇപ്പം ഞാനൊക്കെ 5 കിലോ അല്ലെങ്കിൽ 6 കിലോ ഒക്കെയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുക. അത് ഇപ്പോൾ എൻ്റെ ഓവനിൽ ഈ വലിപ്പത്തിലുള്ള പാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ട്രിപ്പൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 3 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ ഓവനിൽ മെൽറ്റ് ചെയ്ത് വലിയ ബേസനിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു 3 കിലോ വരെയൊക്കെ 2 കിലോ 3 കിലോ വരെയൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഓവനിൽ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. പിന്നെ ഇത് സ്പാച്ചിലാണ്. ഇത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വടിച്ച് ചോക്ലേറ്റ് എടുക്കാനും മിക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്പാച്ചില എന്ന് പറയുന്നത്. അപ്പം ഇതൊരെണ്ണം എപ്പോഴും നമുക്ക് വേണം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മോൾഡുകളിൽ ഒഴിക്കുന്നത്. മെൽറ്റായി വന്ന സാധനങ്ങൾ മെൽറ്റായി വന്ന നമ്മുടെ ചോക്ലേറ്റിനെ നമ്മൾ മോൾഡ് ചെയ്യുന്നത് ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ്. ഇതൊരു മെഷറിങ് സ്പൂണാണ് കേട്ടോ. ഇതൊരു 1 ടേബിൾ സ്പൂൺ 15 ml എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കാര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അളവിലല്ല പ്രശ്നം. നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് പരപ്പായിട്ടല്ലേ നമുക്ക് എടുക്കാനും ഒഴിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഈ ഒരു സ്പൂണിലുണ്ട് കേട്ടോ. ഇത് മെഷറിങ് സ്പൂൺ വാങ്ങിക്കില്ലേ, നമ്മുടെ കേക്കിനൊക്കെ പൊടിയെടുക്കാനും ഒക്കെ ആയിട്ട് മെഷറിങ് സ്പൂൺ വാങ്ങിക്കില്ലേ ഒരു സെറ്റായിട്ട്. ആ സെറ്റിലുള്ള ഒരു സ്പൂണാണ് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും വലിയത് എടുക്കുകയാണെങ്കിൽ നമ്മൾ 50 ഗ്രാമിൻ്റെ 60 ഗ്രാമിൻ്റെ ഒക്കെ ബാറുകൾ ഉണ്ടാക്കില്ലേ, എനർജി ബാർ പോലെ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബാറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയ സ്പൂൺ എടുത്താൽ, വലിയ ആ മെഷറിങ് സ്പൂൺ എടുത്താൽ നമുക്ക് കുറച്ചുകൂടി ആ കുണ്ടുള്ള കാരണം കൊണ്ട് ഒഴിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പൂണാണ്, ചെറിയ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതൊരു തെർമോമീറ്റർ ആണ്. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഇതിന് തെർമോമീറ്റർ ഒന്നായിരിക്കും. തെർമോമീറ്റർ നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം മെൽറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ് ഒരിക്കലും ചൂട് കൂടാനായിട്ട് പാടില്ല. ഇതിലാണെങ്കിൽ ഇതിലത്തെ അളവ് എനിക്ക് അറിയുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ തെർമോമീറ്ററുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇതിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കും. ഇത് നമ്മൾ ചോക്ലേറ്റിൽ ഇതിൻ്റെ തുമ്പ് മുക്കിയാൽ മാത്രമല്ലേ നമുക്ക് കാണുള്ളൂ. അതിൽ കറക്റ്റായിട്ട് നമുക്കിതിൽ കാണിക്കും. ഈ ഒരു നമ്മുടെ ഡിഗ്രി നമ്മുടെ പനി നോക്കുന്ന ഈ ഒരു തെർമോമീറ്റർ ഒരെണ്ണം വാങ്ങിക്കുക. ഇത് വെച്ച് നോക്കിയിട്ട് ഇതിൽ 100 ഡിഗ്രിയെക്കാട്ടിലും താഴെ വന്നാലാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 45-50 കിലോ ചോക്ലേറ്റ് ഞങ്ങൾ ഇത് അറിയാതെ ചൂട് കൂടിയിട്ട് പല പ്രശ്നങ്ങളും നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പം ചൂട് എപ്പോഴും നമ്മൾ നോക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിൽ നമ്മുടെ പാത്രത്തിന് ചൂട് കൂടിയ അടുക്കി പിടിക്കില്ലേ, നമ്മുടെ കറികളോ മറ്റു സാധനങ്ങളോ ഒക്കെ അതുപോലെ അടുക്കി പിടിക്കും.
എടുക്കാൻ ബുദ്ധിമുട്ടാവും, കളർ ചേഞ്ച് വരും, നല്ല ഗ്ലേസിങ്ങിൽ നല്ല ഭംഗിയിൽ വരുന്ന ചോക്ലേറ്റ്സ് ആകെ പാണ്ടും ചൂട്ടൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലാതെയൊക്കെയാണ് വരിക. ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല, പക്ഷെ നല്ലൊരു ഫിനിഷിങ്ങോ നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി വരുന്ന ചോക്ലേറ്റിൽ കുറേ കളറും പിന്നെ ഗ്ലേസിംഗ് ഉള്ള ഭാഗമൊക്കെ മോൾഡിൽ ഒട്ടിപ്പിടിച്ചിട്ടും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂടിൻ്റെ കാര്യം നോക്കണം. നമ്മൾ മെൽറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഓവനിൽ വെക്കുമ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ചൂട് കൂടി പോവില്ല സാധാരണ. പക്ഷെ ഇതിൽ വെക്കുമ്പോൾ ഓവനിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂട് നോക്കി തന്നെ വേണം. ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ 100-100ന് മുകളിലോ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായി ഇളക്കി ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരെണ്ണം മസ്റ്റായിട്ടും നിങ്ങൾ വാങ്ങിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ 1 കിലോ 2 കിലോ ചെയ്യുന്നവരായാലും 5 കിലോ ചെയ്യുന്നവരായാലും 50 കിലോ 60 കിലോ ചെയ്യുന്നവരായാലും എത്ര ചെയ്യുന്നവരായാലും ഇതൊരു സാധനം എപ്പോഴും വേണം. അത് ഈ ഒരു നിങ്ങൾക്കിപ്പോൾ ഇത് സാധാരണ നമ്മുടെ പനി നോക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് കിട്ടുന്ന തെർമോമീറ്ററുകൾ ഉണ്ട്, അത് വാങ്ങിക്കണമെങ്കിൽ അതും വാങ്ങിക്കാം. അതാകുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ ടച്ച് ആവേണ്ട കാര്യമില്ല. ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം. നമ്മൾ ഇങ്ങനെ അകന്നിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കും, നമ്മുടെ നെറ്റി വരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ അതിൽ കാണിക്കും. അതുപോലത്തെ സംഭവങ്ങളുണ്ട്. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ചൂടറിയാന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ച് ഉള്ളത്. ഇതായതുകൊണ്ടാണ് 100 ഡിഗ്രിയേക്കാളും താഴെയാണ് ഇതിൻ്റെ ചൂട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇനി അടുത്ത വീഡിയോസിൽ പറയാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഇതിലുള്ളൂ, ഇതിൽ വേറെ ഒന്നുമില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ മോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് മോൾഡുകൾ വേണം. സിലിക്കോൺ മോൾഡുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. പല ഷേപ്പിലും പല വലിപ്പത്തിലും ഒക്കെയുള്ള മോൾഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതുപോലെ സിലിക്കോൺ മോൾഡുകളാണ്. ഇതിൽ ഒഴിക്കാനും ഡീമോൾഡ് ചെയ്യാനും നല്ല സുഖമാണെങ്കിലും ഇതിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തട്ടി എയർ ബബിൾസ് കളയാൻ വേണ്ടി തട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഇതിങ്ങനെ പെട്ടെന്ന് വളഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരിക്കലും 2 കിലോ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അത്ര പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് 30 കിലോ 40 കിലോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തട്ടി സൈഡ് കൂടെ പോയി കുറേ വേസ്റ്റായി പോയി, കുറേ അവിടെ പോയി, അങ്ങനെ ഒരു ഇതില്ലാണ്ട് വരും. പിന്നെ ഇതുപോലെ ഒരു പലക ഫ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഇതിൽ ഒഴിച്ചിട്ട് ഈ ഫ്ലൈവുഡാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത്രയും അത് പിന്നെയും കുറച്ചുകൂടി കുഴപ്പമില്ല. അപ്പോൾ ഇത് പല ഷേപ്പിൽ കിട്ടും കണ്ടോ. ഇത് കുറേ റോസ് ഫ്ലവേഴ്സും ഇതൊക്കെയാണ്. ഇതോടെ ഹാർട്ട് ഷേപ്പ്, ഇത് സ്മൈലി ഫേസ്, ഇത് കുറച്ച് സ്റ്റാറുകളാണ്. പിന്നെ ഇത് കണ്ടോ സ്ക്വയർ ഷേപ്പിൽ ഒക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ. ഇത് നമുക്കങ്ങനെ പല ഷേപ്പിലും പല വലിപ്പത്തിലും ഉള്ള മോൾഡുകൾ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വരുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക്കിലാണ്. ഇതിന് സിലിക്കോണിനെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് ഇത്തിരി റേറ്റ് കുറവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഈ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിലിക്കോൺ മോൾഡുകൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 പ്രാവശ്യത്തെ ഓർഡറിനെ നമ്മൾ സിലിക്കോണിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അത് മൊത്തം കയറ്റി വെക്കായിരുന്നു. ഇതൊക്കെ അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഇതായി, വൃത്തിയില്ലാത്ത പോലെയായി പൊടി പിടിച്ചിട്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് മോൾഡുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തട്ടാൻ വേറൊരു പലകയുടെ ആവശ്യമില്ല. നല്ല സുഖമായിട്ട് നമുക്കിതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടാം. നമ്മളൊന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ. കുറേ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എറിയൊന്നും വേണ്ട. ചില വീഡിയോസിൽ ഞാൻ കണ്ട് ഇങ്ങനെ ആക്കുന്ന കണ്ടു. അതിന് ആദ്യം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ആക്കണത്. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ എയറൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിലും നമുക്ക് ഇത് വെച്ചാൽ അതിൻ്റെ മീതെ നമുക്ക് വേറെ ഇത് കൊടുന്ന് വെക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ മീതെ വെക്കാനായിട്ട് അത്ര പറ്റില്ല. ഒരു സിലിക്കോണിൻ്റെ മുകളിൽ മീതെ വെക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടൂല. ഇതെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കൂല. അപ്പോൾ ഇത് കുറച്ചുകൂടി ഞങ്ങളുടെ ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പേരുണ്ട്, MJ അക്കാഡിയോ പ്രീമിയം ചോക്ലേറ്റ്സ് എന്നാണ്. അങ്ങനെ ഞങ്ങളുടെ പേര് വെച്ചിട്ട് ഞങ്ങൾ ഈ മോൾഡുകൾ ഉണ്ടാക്കിയപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് ഞങ്ങളത് ഉണ്ടാക്കിപ്പിച്ചത്. ഇതുപോലെ പല ഷേപ്പിലുള്ളത് കിട്ടും. പല ഷേപ്പല്ല, ഇത് സ്ക്വയറാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോൾഡുകൾ. ഇങ്ങനെ കിട്ടും. ഇതൊക്കെ നമുക്ക് ഏത് കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മോൾഡാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പേരുണ്ട്, MJ അക്കാഡിയോ എന്ന് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ MJ എന്നുള്ള ഇതുണ്ട്. ഇതാണ് ചെറിയ ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, kg ആയിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ 10 രൂപയുടെ ഡയറി മിൽക്ക് പോലെ 10 രൂപയുടെ ഇപ്പോൾ മെഷീൻ പാക്കിങ് ചെയ്യണത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ. അത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് കേട്ടോ.
ഈ ഒരു ഷേപ്പിലുള്ളതാണ് നമ്മൾ ചെയ്യണത്. ഇത് ചെറിയ ചോക്ലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഇതൊന്നും തുടക്കത്തിൽ ആവശ്യമുള്ളതല്ല. തുടക്കത്തിൽ നമുക്ക് ഇതുപോലെ കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന മോൾഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഫണലാണ് കണ്ടോ. ഇതൊരു ഫണലാണ്. ചില വീഡിയോസിലൊക്കെ ഞാൻ ഈ ചില എന്താ പറയുക സ്ട്രീറ്റ് ഫുഡിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് മാവ് ഒഴിച്ചിട്ട് ആ ഓരോ ഉണ്ണിയപ്പം പോലത്തെ ചെറിയ ചെറിയ ഇതിലേക്ക് ഒഴിക്കണത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫണലാണ്. ഇതിൻ്റെ ഉപയോഗം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫണൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് കൂടുതൽ ഓർഡറുകൾ വരുമ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് ഈസിയാണ് ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ നമുക്ക് പതിവ് പോലെ ഇത് ഗ്ലൗസാണ്, ഞാൻ ഒരു ബോക്സിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം വേറെ അഴുക്കൊന്നും ആവണില്ലല്ലോ. ചോക്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു കൊക്കോ ബട്ടറിൻ്റെ ഒരു മയവും അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒരു മയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സോപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ തലയിൽ ക്യാപ്പ് ഉപയോഗിക്കാം, പിന്നെ ഇത് ഏപ്രൺ ഉപയോഗിക്കാം. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മോൾഡുകൾ കണ്ടു. ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനുള്ള പാത്രങ്ങളും അതിൻ്റെ സാധനങ്ങളും ഒഴിക്കാനുള്ളത് കണ്ടു. മോൾഡുകളും കണ്ടു. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിലിക്കോൺ മോൾഡുകളാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് എളുപ്പം, അതോ ഈ മോൾഡുകളാണോ എന്നുള്ളത്. ആ എളുപ്പം ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മളിത് ചോക്ലേറ്റ് ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലുള്ള പല കളറുകളിലുള്ള ഇതുപോലത്തെ പേപ്പർ കിട്ടും. നല്ല ഗ്ലേസിംഗ് ഒക്കെയുള്ള നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെ തന്നെ, അതുപോലെ തിന്നായിട്ടുള്ള പേപ്പറാണ് കേട്ടോ. ഇത് പല കളറിൽ നമുക്ക് കിട്ടും. റെഡ്, പിങ്ക്, ബ്ലൂ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പല കളറുകളിൽ നമുക്ക് കിട്ടും കേട്ടോ. ഗോൾഡ്, ബ്ലൂ കണ്ടോ, ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് പേപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്, പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു പേപ്പറും ഇതും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ്, അതിനനുസരിച്ച് വിലയിലും വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ടൈ ചെയ്യാനുള്ള ഒരു ടൈ ആണ് ഇത് കണ്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വരുന്നത് കണ്ടോ. ഇതിങ്ങനെ പല കളറിൽ കിട്ടും. അതിലൂടെ ഗോൾഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിലിപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് ആദ്യം വാങ്ങിച്ചതിൽ ബാക്കിയുള്ള കുറച്ച് ഇതാണ് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഇങ്ങനെ കെട്ടാനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ഇതിലെ ഈ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകൾ, ഇപ്പോൾ ഹാർട്ട് ഷേപ്പിലായാലും ഈ റോസിൻ്റെ ഷേപ്പിലായാലും ഈ സ്റ്റാർ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഈ ടൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയായിരിക്കും നമ്മൾ പല ചോക്ലേറ്റുകളും ഗൾഫ് ചോക്ലേറ്റുകളൊക്കെ വരുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടിയിട്ട് പാക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ചിലവർ ചോക്ലേറ്റ് ഡയറക്റ്റ് ഈ ഒരു പേപ്പറിൽ വെച്ചിട്ടാണ് പൊതിയുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഫോയിൽ പേപ്പറാണ് കേട്ടോ. ഇതൊരു ഫോയിൽ പേപ്പർ, ഇതിങ്ങനെ പാക്കറ്റാണ് കിട്ടുക. ഇത് ബ്ലൂ കളറാണ്. പല കളറിൽ കിട്ടും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിതാ ഇങ്ങനെ ഒരു ബ്ലൂ കളർ പേപ്പർ കണ്ടോ. ഈ ഒരു കളറാണ്. ഇത് ഫോയിലാണ്. ഇത് ആദ്യം ചോക്ലേറ്റ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ പൊതിയും. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുക. ആദ്യം നല്ല ഭംഗിയിൽ നമുക്കിതിങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഫോയിലാണ്. നമ്മൾ ഒരു പ്രാവശ്യം പൊതിഞ്ഞാൽ പിന്നെ നിവർത്താനായിട്ട് പറ്റില്ല കേട്ടോ. നിവർത്തുമ്പോൾ അത് കീറിപ്പോവും. അപ്പം ഇതിൽ ആദ്യം പൊതിഞ്ഞിട്ട് ആ പൊതിഞ്ഞതാണ് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. അപ്പം 2 പാക്കിംഗ് ആണ് നമ്മുടെ ചോക്ലേറ്റിന് വന്നുകൊണ്ടിരുന്നത്. 2 പാക്കിംഗ് ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ചൂടൊക്കെ കൂടുന്ന സമയത്ത് ഉള്ളിലേക്ക് മെൽറ്റ് ആവാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. 2 പാക്കിംഗ് ആകുമ്പോൾ എയർ കിടക്കാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ കെട്ടുന്നത് കുറച്ച് ലൂസായാലും ഫോയിലിൽ പൊതിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു എയർ കിടക്കാതിരിക്കാനും ഒക്കെ നമുക്ക് നന്നായിട്ടിരിക്കും. അതുകൊണ്ട് 2 പാക്കിംഗ് ആണ് നമ്മൾ ആദ്യം ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പാക്കിങ്ങിൻ്റെ ഇത്. പിന്നെ നമ്മൾ 1 കിലോ 1.5 കിലോ അങ്ങനത്തെ ബോക്സുകളിൽ അല്ലെങ്കിൽ കവറുകളിലാക്കിയിട്ട്
ഒട്ടിച്ച് സീൽ ചെയ്തിട്ട് കടകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ, ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനധികം പൈസ കോമ്പൗണ്ടിനാണ് പൈസ വരിക. അത് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് കോമ്പൗണ്ടിൻ്റെ വിലയാണ് കുറച്ച് കൂടുതൽ നിൽക്കുക. ഇങ്ങനത്തെ മോൾഡുകളൊക്കെ എനിക്ക് തോന്നുന്നു 50 രൂപ 60 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിന്. ഇതും കുറച്ച് വില എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാൽ ആ ഒരു റേഞ്ച് തന്നെയായിരിക്കും. 50 രൂപ 60 രൂപ 50 രൂപ ഒക്കെയാണ് സിലിക്കോണിൻ്റെ മോൾഡിന്. പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡിനേക്കാൾ ഒരു 10-20 രൂപ കൂടുതൽ കാണും സിലിക്കോണിൻ്റെ മോൾഡുകൾക്ക് കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ഉള്ള ഇങ്ങനെയുള്ള ഷേപ്പുകളുള്ള മോൾഡുകൾക്കൊക്കെ കുറച്ച് പൈസ കൂടുതലുണ്ടാവും. പിന്നെ ഇത്രയും സാധനങ്ങളാണ്. ഇതൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ല. നമ്മൾ ഇതിൽ കാണിച്ച ഈ സ്പൂണൊക്കെ വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജ് വേണം, അതിലൊരു തർക്കമില്ല. നമ്മുടെ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും വേണം. അതുപോലെ തന്നെ ഓവൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ബേസിക്കായിട്ട്, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഐറ്റംസ് കേട്ടോ. ഇതിൽ ഈ മോൾഡുകളൊന്നും ഇത്ര അധികം ഒന്നും വേണമെന്നില്ല. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, പല മോഡലിൽ കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കൂടി വീഡിയോയിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മോഡലിൽ നമ്മളൊരു കുറച്ചെണ്ണം വാങ്ങിച്ചു വെച്ചാൽ മതി. ഈ ഒരു മോഡലിൽ ഞങ്ങളൊരു 10-40 കിലോ ഉണ്ടാക്കാനുള്ള അത്രയും എണ്ണം ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഈ മോഡൽ, നിങ്ങൾ ഏത് മോഡലാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു മോഡൽ നന്നായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ ഒരു ഷേപ്പിലുള്ളത് മാത്രം, അല്ലാതെ എല്ലാം കൂടി വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യണതെന്നും ഓവനിൽ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനത്തെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചോക്ലേറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 3 വർഷം ആയിട്ടുള്ളൂ, 2.5 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്. ഇതിൽ ഞങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസും അല്ലെങ്കിൽ അതിൽ വന്ന മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.